കാണുന്ന ഈ മരത്തിൽ സാരിയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. സങ്കട ഈ ചെറുക്കൻ ആള് ശരിയല്ല, ചെറുക്കൻ മദ്യപാനിയും ആള് ശരിയല്ലാത്ത ചെറുക്കൻ. നിരന്തരം അമ്മയും മകനും തമ്മിലുള്ള വഴക്ക് ഉണ്ടായിരിക്കുന്നു. ആദ്യം കണ്ട മകൻ തന്നെയാണ്, മകൻ തന്നെയാണ് എല്ലാവരോടും മകൻ തന്നെ എല്ലാവരും വിളിച്ചത്. ഈ ബോഡി നിൽക്കുന്നത് കറക്റ്റ് തൂങ്ങിക്കുമല്ല, തറയെ മുക്കിയാണ് കാല് നിൽക്കുന്നത്. ചെറിയ മരത്തിലാണ്. അയൽക്കാരും നാട്ടുകാരും അടക്കം ചില കാര്യങ്ങൾ ഇവരെ പറ്റി പറയുന്നുണ്ട്. ഈ മരണത്തിന് അസ്വാഭാവികത കാണിക്കുന്നു. മാല വിറ്റന്റെ വിഷമം എന്തായാലും തള്ളേക്കുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മാല. നമസ്കാരം. കൊട്ടാരക്കരയിൽ നിന്നും മറ്റൊരു സങ്കടകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. കൊട്ടാരക്കര വാളകം നിരപ്പിൽ എന്ന സ്ഥലത്ത് നിന്നും 55 വയസ്സുള്ള ഒരു മറിയാമ്മ എന്ന ഒരു അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മരത്തിൽ സാരിയിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മകനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ മരണത്തിന് അസ്വാഭാവികത കാണിക്കുന്നു. കാരണം ഇവരുടെ മകനുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിരന്തരം വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. മദ്യപാനിയായിട്ടുള്ള മകനാണ്. കാലാകാലങ്ങളായി ഈ അമ്മയും മകനും ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് 6-7 വർഷം മുമ്പ് മരണപ്പെട്ടതാണ്. മൂത്ത മകനും അപകടത്തിൽ മരിച്ചു. ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഈ അമ്മയും മകനും കാലാകാലങ്ങളായി നിരന്തരമായി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അയൽക്കാരും നാട്ടുകാരും അടക്കം ചില കാര്യങ്ങൾ ഇവരെ പറ്റി പറയുന്നുണ്ട്. കാരണം നിരന്തരം അമ്മയും മകനും തമ്മിലുള്ള വഴക്ക് ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ മദ്യപിച്ചതിന് ശേഷം അമ്മയുമായി നിരന്തരം വഴക്കുണ്ടായിരിക്കുന്നു. സ്വർണത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും ഒക്കെ വഴക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ സൂചിപ്പിക്കുകയാണ്. ഇത് മറിയാമ്മ അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്നവരാണ്. ചേച്ചി, ഈ അമ്മ നേരത്തെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? സങ്കട ഈ ചെറുക്കൻ ആള് ശരിയല്ല, ചെറുക്കൻ മദ്യപാനിയും ആള് ശരിയല്ലാത്ത ചെറുക്കൻ. നിരന്തരം വഴക്കുണ്ടാവും. ചെറുക്കൻ ഇന്നലെയും ഭയങ്കര വഴക്കാരെന്നു ദേശക്കാരൊക്കെ പറയുന്നത്. ചെറുക്കൻ ഒരു മദ്യപാനിയാണ്. ഇതിന്റെ ഒരു അനിയൻ ചെറുക്കനുണ്ട്. വണ്ടി ആക്സിഡന്റ്. ഞാൻ ഈ വർഷം ആകുമ്പോൾ 3 വർഷമാവും ഓണത്തിന്റെ മരിച്ചിട്ട്. ഈ തള്ള ഈ കഴിഞ്ഞിടയ്ക്ക് കാലും കണ്ട് ചെറുക്കനോട്ട് വഴക്ക് കൂടിയ സമയത്ത് അങ്ങോട്ട് താഴെ പോയപ്പോൾ കാലം കണ്ട് ഒടിഞ്ഞു. കമ്പനി ലീവ് എടുത്തുകൊണ്ട് കൂടെ പടി ഇടിച്ച കമ്പനി വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് അവർ കമ്പനി വന്നപ്പം ജോലി 10 മണി വരെ തല്ലില്ല ജോലി ചെയ്തപ്പോൾ കാലം നീരടിച്ച് അവർ തിരിച്ച് വീട്ടിൽ പോയിരുന്നു. പിന്നീട് ഇങ്ങനെയുള്ള ഇത് ഞങ്ങൾ ഇന്ന് കമ്പനിയിൽ നിന്ന് അറിയുന്നത് ഇതുപോലെ മരിച്ചെന്ന്. അങ്ങനെ കമ്പനിയിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു. ഇവിടെ ഒരു പൊതുപ്രവർത്തകനും ഇവിടെ അയൽക്കാരനുമായിട്ടുള്ള ചേട്ടനാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. ചേട്ടാ, ഈ ഇവർ തമ്മിൽ അമ്മയും മകനും തമ്മിൽ നിരന്തരം വഴക്കെന്ന് പറയാൻ മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി തള്ളയായിട്ട് പ്രശ്നങ്ങളാണ്. ഈ ഇടയ്ക്ക് കണ്ട് തള്ളയുടെ ഒരു മാല മേടിച്ചുകൊണ്ട് പോയി ഇവിടെ ഉണ്ടാക്കി വിറ്റ് ആ പൈസയായിട്ട് ചിലവടത്തിക്കൊണ്ട് എന്ന് പറയാം. അത് മൊത്തം വെള്ളം അടിച്ച് തീർത്താണ്. ഇപ്പോൾ 40-40,000 രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയാം. അതിന്റെ പേരിൽ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പേര് ആ മാല വിറ്റന്റെ വിഷമം എന്തായാലും തള്ളേക്കുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ മാലയാണ്. അപ്പം അത് വിറ്റെന്ന് പറഞ്ഞപ്പോൾ അതിനെ പറ്റി സംസാരം ഉണ്ടായി കാണും. അതിൽ നിന്ന് ഒരു എടുത്തിയായിരിക്കാം ഈ ഒരു മരണവും. ഈ മരണത്തിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുന്നു എന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ ബോഡി നിൽക്കുന്നത് കറക്റ്റ് തൂങ്ങിക്കുമല്ല, തറയെ മുട്ടിയാണ് കാല് നിൽക്കുന്നത്. ചെറിയ മരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കക്ഷത്ത് ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു കൊമ്പ് തന്നെ ഇല അടന്നു വന്ന് അതിൻ്റെ തണ്ട് കക്ഷത്ത് കുരുങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നലെ രാത്രി
മഴ പെയ്ത് അതിപ്പോൾ ബോഡി നനഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരിതങ്ങൾ ഇപ്പോൾ അത് പോലീസുകാർ അതിൻ്റെ കേസ് നടത്തി കണ്ടെത്തുക. ആരാണ് ആദ്യം കണ്ടത്? ആദ്യം കണ്ട മകൻ തന്നെ കണ്ടത്. മകൻ തന്നെയാണ് എല്ലാവരോടും. മകൻ തന്നെ എല്ലാവരും വിളിച്ചത്. മകൻ താഴത്തെ അമ്മയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അമ്മ മെമ്പറെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പയ്യനെ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാനും മെമ്പറൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. ഇന്നലെ രാത്രി വൈകിയും വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. രാത്രി വഴക്ക് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നും രാവിലെ തള്ളെ ചോറ് വെക്കാൻ വിളിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. ഇന്നങ്ങനെ വിളിച്ചില്ലെന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ നാട്ടുകാർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്? നാട്ടുകാർ ശ്രദ്ധിക്കാൻ അവിടുത്തെ അയൽപക്കത്തൊക്കെ വീടില്ലയോ. അപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഒരു അസ്വാഭാവികതയാണ് പറയുന്നത്. ഈ മകനുമായി അമ്മ നിരന്തരം ഈ ഒരു വിഷയങ്ങൾ, അതായത് സ്വർണത്തിന്റെ പേരിലുമൊക്കെ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഏതായാലും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കാരണം സ്വന്തം അമ്മയെ ഒരു മകൻ ക്രൂരമായി ഉള്ളത് ഇപ്പോൾ വലിയ ഞെട്ടലോടെയൊന്നും അല്ലാത്ത വാർത്തയാണെങ്കിലും ഇത്തരം വാർത്തകളും ഇത്തരം വിവരങ്ങളും ഒക്കെ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.